ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? പഠിത്തം നല്ല സെറ്റായിട്ടൊക്കെ പോകുന്നില്ലേ? അപ്പോൾ നമ്മുടെ BFയുടെ ഡേറ്റ് അറിയാലോ. ഇനി 2 മാസമില്ലല്ലേ എക്സാമിന്. അപ്പോൾ പഠിച്ച് തീരാത്തവർ കാണും, പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരുവിധമൊക്കെ തീർത്തവർ കാണും. അപ്പോൾ ഇനി കിട്ടുമോ എന്നൊരു ടെൻഷനിൽ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമ്മുടെ ആദ്യത്തെ സ്റ്റേജ് സെപ്റ്റംബർ 19 അല്ലേ, പിന്നെ ഒക്ടോബർ 17, ഒക്ടോബർ 30, 3 ഘട്ടമായിട്ട് നമ്മുടെ BFയുടെ എക്സാം തീരും. അപ്പം നമ്മൾ സിലബസൊക്കെ നോക്കിയായിരിക്കുമല്ലോ പഠിക്കുന്നത്. അപ്പോൾ സിലബസിനകത്ത് നമ്മുടെ മാർക്കിൻ്റെയൊക്കെ അറിയാലോ. CAയുടെ മാർക്ക് അറിയാലോ, 20 മാർക്കിൻ്റെയാണ് CA ഉള്ളത് അല്ലേ. ആ 20 മാർക്കിൽ ഒരു 15-16 മാർക്ക് ഏറ്റവും കുറഞ്ഞത്, അതിൽ താഴോട്ട് പോകരുത്. അത്രയും മാർക്കെങ്കിലും നമുക്ക് CAക്ക് മേടിക്കാൻ കഴിയണം. അതുപോലെ ഇംഗ്ലീഷ് മലയാളം രണ്ടും കൂടി 20 മാർക്ക്, മാത്സ് 10 മാർക്ക്. അപ്പോൾ ഇതിനകത്ത് ഈ 50 മാർക്കിൽ ഒരു 45 മാർക്ക് എങ്കിലും നമുക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്നുള്ള 50-ൽ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയാൽ നമുക്ക് നല്ലൊരു റാങ്കിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു രീതി വേണം നമ്മൾ ഇതിനു വേണ്ടി പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മാത്സിൻ്റെ 10 മാർക്കിലാണല്ലോ ഒരു 9 മാർക്കൊക്കെ മാത്സിൽ നിന്നും കിട്ടണം. അതുപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് മലയാളം മാത്സ് കറണ്ട് അഫയേഴ്സിനൊക്കെ വേണ്ടി ഒരു 6 മണിക്കൂറെങ്കിലും ഒരു ദിവസം പഠിക്കണം. ആ ഒരു രീതി പോയാൽ ഇനിയുള്ള ദിവസങ്ങൾ 2 മാസം പോലും ഇല്ലല്ലോ ഇനി നമുക്ക് എക്സാമിന്. അങ്ങനെ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം പഠിച്ച് തീർക്കാൻ പറ്റുള്ളൂ. ഒരു ദിവസം ഒരു 12 മണിക്കൂറെങ്കിലും പഠിക്കാൻ വേണ്ടി ഇരിക്കണം. അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. സമയമില്ലാന്ന് ഒരിക്കലും പറഞ്ഞിരിക്കാൻ പാടില്ല. വീട്ടിൽ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തീർത്തിട്ട് ഒരു 12 മണിക്കൂർ, രാത്രിയും പകലുമായിട്ടൊരു 12 മണിക്കൂർ ഏറ്റവും കുറഞ്ഞ പഠിക്കണം. അതിൽ 6 മണിക്കൂർ ഇംഗ്ലീഷിനും മാത്സിനും കറണ്ട് അഫയേഴ്സിനും ആയിട്ട് മലയാളത്തിനുമായിട്ട് എടുക്കണം. കറണ്ട് അഫയേഴ്സൊക്കെ ഒരു 2 മണിക്കൂറൊക്കെ പഠിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത് നടന്നിട്ടുള്ള ഈ 2025, 2026 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കുക. നമുക്ക് നമ്മുടെ സിലബസ് നോക്കി അറിയാമല്ലോ. ഹിസ്റ്ററിക്കൊക്കെ 5 മാർക്കേ ഉള്ളൂ, ജോഗ്രഫിയൊക്കെ. ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ എന്തോരം പഠിക്കാനുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം അത്രയും ഭാഗം പഠിച്ചാലും നമുക്ക് കിട്ടുന്നത് ഇത്രയ്ക്കേ ഉള്ളൂ അതിനകത്തുനിന്ന് മാർക്ക്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ഇപ്പോൾ ഈ അടുത്തടുത്ത പരീക്ഷയിലൊക്കെ ചോദിച്ചിട്ടുള്ള ഏരിയാസ് നോക്കിയിട്ട് ആ ഒരു ഭാഗങ്ങൾ, അല്ലെങ്കിൽ അത് SCRTയുടെ ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ചാപ്റ്റർ, അതിൻ്റെ തൊട്ടടുത്ത ചാപ്റ്ററൊക്കെ ഒന്ന് നമ്മുടെ സിലബസോട് ബന്ധപ്പെട്ട് അതുമായിട്ട് അടുത്ത് കിടക്കുന്നതൊക്കെ ഒന്ന് പഠിച്ചു പോകാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ നമ്മുടെ കഴിഞ്ഞ 10th പ്രിലിംസിന് കഴിഞ്ഞ NCERTയിൽ നിന്ന് ചോദ്യം വന്നല്ലോ, ആ ഒരു ചാപ്റ്റർ, അതുപോലുള്ള ചാപ്റ്ററൊക്കെ ഒന്ന് പഠിക്കുക. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്കും അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. VFAക്കൊക്കെ പ്രത്യേകിച്ചും +1 പുസ്തകം, +2 പുസ്തകത്തിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ കയറി വരാം. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ പഠിത്തം കൊണ്ടുപോകാനായിട്ട്. അല്ലാതെ നമ്മുടെ റാങ്ക് ഫയലോ അല്ലെങ്കിൽ അതും ഇതും കുറേ പുസ്തകങ്ങളെല്ലാം മേടിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം ഒരുപാട് ഇരുന്ന് പഠിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് നമ്മുടെ എന്താ പറയുക, സ്മാർട്ട് സ്റ്റഡി ചെയ്യണം അല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഒരു ജോലിയിൽ എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 2 വർഷം 3 വർഷം ഇങ്ങനെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കാം, എന്നിട്ടും എങ്ങും എത്തിയില്ല എന്ന് പറയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് SCRT, NCERT ഒക്കെ അങ്ങനെ വേണം പഠിക്കാനായിട്ട്. സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഏരിയാസ് നോക്കുക, അത് പഠിക്കുക. നവോത്ഥാനമാണെങ്കിലും നമ്മളെ കുറച്ച് പേര് സ്ഥിരമായിട്ട് ചോദിക്കും PSC. അവരെയൊക്കെ ഈ കഴിഞ്ഞ പരീക്ഷയൊക്കെ ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു, പിന്നെ ചട്ടമ്പിസ്വാമി, നമുക്കറിയാം ഇത് ഇവരിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഓർണമെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം എടുത്ത് വെച്ച് അങ്ങനെയൊക്കെ ഒന്ന് വെച്ച് പഠിച്ച് നോക്ക്. എന്നിട്ട് കുറച്ച് OMR ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ മാർക്ക് ഓരോ ദിവസം കഴിയുന്നവരും മാർക്ക് കൂടുന്നതായിട്ട് നമുക്ക് തന്നെ മനസ്സിലാകും. നമ്മുടെ ഈ ഏരിയസ്, അല്ല നമ്മൾ സിലബസ് മൊത്തം പഠിച്ചിട്ട് OMR ചെയ്യാനായിട്ടും ഇരിക്കരുത്. ഓരോ ദിവസം OMR ചെയ്യുക. അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 10th പ്രിലിംസ് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അതിന് മുന്നത്തെ 26 അതിന് മുന്നേ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ, 2025 എക്സാമിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇതിൽ നിന്നൊക്കെ നവോത്ഥാനം, കേരള ഹിസ്റ്ററി, ജോഗ്രഫി, ഇതിനകത്തൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വന്നേക്കുന്നതെന്ന് ആദ്യം കണ്ടെത്തണം. ഇതിന് കുറച്ച് മെനക്കെടണം, കുറച്ച് സമയം ഒക്കെ എടുത്ത് വേണം ഇതൊക്കെ ചെയ്യാൻ. അങ്ങനെയൊക്കെ ചെയ്താലൊക്കെ ഒന്ന് എഴുതി വെച്ച് ആ ഒരു രീതിയിലുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ച് എന്നിട്ട് 2-3 PYQ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ മാർക്ക് ഓരോ ദിവസം കഴിയുന്നതോറും ഇന്നിപ്പോൾ ഒരു 40 മാർക്ക് ഉള്ളെങ്കിൽ നാളെ ഒരു 43 മാർക്കെങ്കിലും നമുക്ക് കിട്ടും. നമ്മൾ ആ ഒരു രീതി പഠിച്ചാൽ മാത്രം കേട്ടോ. അങ്ങനെ പഠിച്ചു പോയാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ മാർക്ക് കൂടും. അതുപോലെ തന്നെയാണ് PYQ, മാത്സ്. പഴയ പരീക്ഷയുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്സൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. എല്ലാം നമ്മൾ എന്താ പറയുക, ഇക്വേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറേയൊക്കെ ട്രിക്ക് ഉപയോഗിച്ച് മാത്സൊക്കെ ചെയ്യാൻ പഠിക്കണം. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അന്നേരം നമുക്ക് മാത്സിനകത്തും അത്യാവശ്യം മാർക്കൊക്കെ കിട്ടും. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ്. നമുക്ക് ഗ്രാമർ വെച്ച് പഠിക്കാമെന്ന് പറയുന്ന ഒരു 100-ലൊരു ഭൂരിഭാഗം പേർക്കും ഗ്രാമർ പഠിച്ച് ഇംഗ്ലീഷ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പറ്റത്തില്ല. ഞാൻ എപ്പോഴും BYക്ക് വെച്ചിട്ടാണ് ഇംഗ്ലീഷൊക്കെ പഠിക്കുന്നത്. എനിക്ക് ഒന്നാമതേ ഇംഗ്ലീഷ് ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ നമ്മളിത് ഈ 10 മാർക്കിന് വേണ്ടി പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പം
PYQ ചെയ്യുക. ഈ ടെലിഗ്രാമിലൊക്കെ ആണെങ്കിലും PYQ വെച്ചിട്ടുള്ള ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടും കേട്ടും ആ ഒരു രീതിയിൽ ഇംഗ്ലീഷ് ഇന്നത് വന്നാൽ ഇന്നത് ഇവിടെ വരണം എന്ന് മനസ്സിലാക്കി ആ ഒരു രീതി പഠിച്ചു പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾ ഈ ഗ്രാമറൊക്കെ പഠിച്ച് അവിടെ ചെന്ന് വെച്ചാൽ അതിൻ്റെ ലോയൊക്കെ കണ്ടുപിടിച്ചെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ അതൊക്കെ മറന്നും പോവും, ആ മാർക്കൊന്നും കിട്ടാതെ വരും. അപ്പോൾ അതിന് നല്ലൊരു ട്രിക്ക് വെച്ച് കുറേയൊക്കെ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അത് പറ്റണമെന്നൊന്നുമില്ല. കുറേ പേർക്ക് ഗ്രാമർ വെച്ച് തന്നെ പഠിച്ച് ആ ഒരു രീതിയിൽ പോകുന്നതായിരിക്കും ഇഷ്ടം. അപ്പം സാധാരണയായിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ഈ പെട്ടെന്ന് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ PYQ ചെയ്ത് കുറേ PYQ ഇംഗ്ലീഷിൻ്റെ പഠിച്ച് അതൊന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാകും. അപ്പോൾ ആ ഒരു രീതിയിൽ PYQ ചെയ്ത് നോക്കുക ഇംഗ്ലീഷിന് വേണ്ടി. മലയാളവും PYQ തന്നെ ചെയ്ത് പഠിച്ചാൽ മതി. മലയാളം ഒത്തിരി PYQ ചെയ്താൽ മതി. ഞാൻ പിന്നെ നമ്മുടെ പിന്നെ SCRTയുടെ മലയാളം ഉണ്ടല്ലോ, SCRTക്കകത്ത് വരുന്ന ഓരോ ചാപ്റ്ററിനകത്തുള്ള മലയാളത്തിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് വായിച്ച് അതിനകത്ത് അർത്ഥങ്ങളും പദങ്ങളും ഒക്കെ ഒന്ന് നോക്കി ആ ഒരു രീതിയിലും കുറച്ചൊക്കെ ഒന്ന് കൊണ്ടുപോയി അത്യാവശ്യം മലയാളത്തിൽ നിന്ന് മാർക്കൊക്കെ നമുക്ക് കിട്ടും. ഇംഗ്ലീഷ് മലയാളം കിട്ടാൻ നമുക്ക് എന്തായാലും VFAക്ക് ഒരിടത്തും എത്താൻ പറ്റില്ല. ഇംഗ്ലീഷ് പഠിക്കാതെ മാറ്റി വെച്ചേക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഞാനും ആദ്യമൊക്കെ അങ്ങനെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ LDC VFA അങ്ങനെയുള്ള ഒരു ലിസ്റ്റിലും കയറാൻ പറ്റത്തില്ല. ഇംഗ്ലീഷ് മാറ്റി വെച്ച് ഇംഗ്ലീഷ് ഇല്ലാതെ നമ്മൾ രക്ഷപ്പെടത്തില്ല. അപ്പോൾ എന്തായാലും നമ്മളിത് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്നുള്ള മാർഗം കണ്ടെത്തി നമ്മൾ പഠിക്കുക, അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ ഇരുന്ന് പഠിക്കുക. ഓക്കെ, താങ്ക്